മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് സുപ്രീം കോടതിയിൽ. ജസ്റ്റിസുമാരായ മനോജ് മിശ്ര, SVN ഭട്ടി എന്നിവരടങ്ങിയ അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വിചാരണ കോടതി അനുവദിച്ച ജാമ്യം ഡൽഹി ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്ത് ചോദ്യം ചെയ്താണ് കേജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. സ്വാതിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സ്വാതി, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ബിനു, എന്തായാലും വിചാരണ കോടതി നൽകിയ ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്ത ഡൽഹി ഹൈക്കോടതി നടപടിക്കെതിരായ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുന്നത്. 10:30 ഈ വാദം ആരംഭിച്ചിട്ടുള്ളത്. കെജ്രിവാളിനായി മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയാണ് ഹാജരായിട്ടുള്ളത്. EDക്കായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ഹാജരായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ വാദം പുരോഗമിക്കുകയാണ്. ജസ്റ്റിസുമാരായ മനോജ് മിശ്ര, SVN ഭട്ടി എന്നിവരടങ്ങിയ അവധിക്കാല ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച ഒരു അന്തിമ വിധി ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിചാരണ കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ EDനെതിരെ ദില്ലി ഹൈക്കോടതിയെ ഹർജി സമർപ്പിക്കുകയും ഈ ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു താൽക്കാലിക സ്റ്റേ ദില്ലി ഹൈക്കോടതി അനുവദിച്ചത്. ഇതിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് കെജ്രിവാൾ വന്നിട്ടുള്ളത്. നാളെയോ മറ്റന്നാളോ ദില്ലി ഹൈക്കോടതി അന്തിമ ഉത്തരവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ തുഷാർ മേത്ത ഈ വാദത്തിനിടയിൽ സൂചിപ്പിച്ചു പോകുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച ഒരു അന്തിമ വിധിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ബിനു, സ്വാതിയാണ് വിശദാംശങ്ങൾ നൽകിയത്.